സൂപ്പർ ടേസ്റ്റിൽ നമുക്കൊരു പൈനാപ്പിൾ പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയുടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ്, 1.5 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് 1/4 പാൽ, ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1/4 പാൽ എടുത്തിട്ടുണ്ട്. 2 പാൽ 4 ഗ്ലാസ് വെള്ളത്തിൽ 2 പാലും എടുത്തിട്ടുണ്ട്. 3 പാൽ ഞാൻ എടുത്തിട്ടില്ല. നെയ്യ്, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി പൈനാപ്പിൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. പൈനാപ്പിൾ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിനകത്തേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ഒന്ന് വേവാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ ഒന്ന് വേവണ ടൈം കൊണ്ട് നമുക്ക് ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വാരി വെച്ചേക്കണ ചവ്വരി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കും. ചവ്വരി വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ആദ്യം കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്ത് കോരാം. അതിനുശേഷം കിസ്മിസ് കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൈനാപ്പിളിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പം നമുക്ക് പഞ്ചസാര ചേർത്ത് കുറച്ച് സമയം കൂടി ഒന്ന് വഴറ്റാം. ഏകദേശം ഒരു 5 മിനിറ്റോളം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിന് ശേഷം 2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. 2 പാൽ ഒഴിച്ച് ഒന്ന് കുറുകി വന്നതിന് ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. അതിനുശേഷം കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1 പാൽ കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ പായസം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.